ഇരു മുന്നണികളെയും പരീക്ഷിച്ച് മടുത്ത കേരളത്തിലെ ജനങ്ങൾ ഇക്കുറി താമര ബദലായി തിരഞ്ഞെടുക്കുമെന്ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. 2% നിന്നും കേരളത്തിലെ പാർട്ടിയുടെ വോട്ട് വിഹിതം 20%-ലെത്തി. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. മട്ടന്നൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. This time Lotus will give the alternative to the people of Kerala, and we are very much hopeful this time. The way the people of Kerala from 2% to 20%, this time we will confident that people of Kerala will give BJP a chance to make a development state for working the welfare of the people of the Kerala. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷന് കണ്ണൂർ നൽകിയത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? KP മട്ടന്നൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഘോഷയാത്ര തന്നെയാണ് ഇന്ന് നടന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുത്ത NDAയുടെ ഈ ഒരു റോഡ് ഷോയിൽ അണിനിരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. പ്രായഭേദമന്യേ നിരവധി ആളുകൾ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു പരിപാടിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. കടുത്ത ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് ഇത്രയധികം ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഇരു മുന്നണികളെയും പരീക്ഷിച്ച മടുത്ത കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ BJPക്ക് ഒരു അവസരം നൽകുമെന്നാണ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ജനം ടിവിയോട് പറഞ്ഞത്. ഏതായാലും നമ്മുടെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഇത്തവണ ഫലം കാണും. കേരളത്തിലെ ജനങ്ങൾ ഒരു അവസരം എന്തായാലും നൽകും എന്നാണ് നിതിൻ നബീൻ നമ്മോട് പറഞ്ഞത്. അതേസമയം ഈ മട്ടന്നൂർ വിമാനത്താവള റോഡിൽ നിന്ന് ആരംഭിച്ച് തലശ്ശേരി റോഡിൽ സമാപിക്കുന്ന രീതിയിലായിരുന്നു റോഡ് ഷോ ക്രമീകരിച്ചത്. ആയിരങ്ങൾ അണിനിരന്ന ആ റോഡ് ഷോ സമാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ മട്ടന്നൂരിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ ബലിദാനികളുടെ കുടുംബങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ട് പാനൂരിലും അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ BJPയുടെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ ഷിജിലാലിൻ്റെ റോഡ് ഷോയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. നമുക്കറിയാം, ഈ ഇന്നത്തെ കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബലിദാനികളുടെ കുടുംബങ്ങളുമായി അവരോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഉച്ചഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ സംഘടനാ വളർച്ചയെ സംബന്ധിച്ച് ബലിദാനികളുടെ ത്യാഗം വളരെ വിലപ്പെട്ടതാണ്. അവർ നൽകിയ ത്യാഗത്തിൻ്റെ ഒരു ഫലമായി തന്നെയാണ് പലയിടത്തും ജില്ലയിൽ സംഘടന കരുത്ത് പ്രാപിക്കുകയൊക്കെ തന്നെ ചെയ്തത്. ആ ത്യാഗം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് BJP ദേശീയ അധ്യക്ഷൻ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി എത്തുമ്പോൾ ബലിദാനികളുടെ മുഴുവൻ കുടുംബങ്ങളെയും കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മട്ടന്നൂരിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച തീരുമാനിച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ ബലിദാനികളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരോടൊപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം കൂത്തുപറമ്പിലേക്ക് പോവുക. കൂത്തുപറമ്പിലെ റോഡ് ഷോയിൽ പങ്കെടുത്ത് ഏതാണ്ട് വൈകിട്ട് 5 മണിയോടുകൂടി കണ്ണൂരിൽ നിന്ന് അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്യുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. KP ശരി, കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.